എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. സൗരയൂഥവും സവിശേഷതകളും എന്നുള്ള മോഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യലിലെ 5ാം അധ്യായമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ തന്നെ ബേസിക് സയൻസിലെ 9ാമത്തെ അധ്യായമായ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, എൻ്റെ വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരങ്ങൾ ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. 5ാം ക്ലാസ് ബേസിക് സയൻസിലെ 9ാം അധ്യായമായ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം ഫുട്ബോളിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഉറുമ്പിനെ കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഉറുമ്പിന് ആ ഫുട്ബോൾ എങ്ങനത്തെ ഷേപ്പിലാണ് തോന്നുന്നത് എന്നാണ്. അതിവിടെ നമുക്ക് എന്തുണ്ട്, ചിത്രം വരച്ച് തന്നിട്ടുണ്ട്. ഇതിലേത് ഷേപ്പായിട്ടാണ് തോന്നുക? നിരന്ന ഷേപ്പായിട്ടാണ് ഉറുമ്പിന് തോന്നുക. നമുക്കും ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് എന്താണ്, ഭൂമി പരന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഉറുമ്പിൻ്റെ അതേ ഒരു കൺസെപ്റ്റാണ് നമുക്കുള്ളത് എന്ന് പറയുന്നതിനാണ് അവിടെ അത് കാണിച്ചിട്ടുള്ളത്. ഇനി എന്താണ്, അവിടെയൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഇല്ല. ഇനി ഇവിടെ വരുന്ന ഫസ്റ്റത്തെ പോയിൻ്റാണ് എന്ത്, ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആർക്കായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിനാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിനാണ്. അപ്പോൾ യൂറി ഗഗാറിനാണ് എന്ത്, ഈ ഭാഗ്യം ലഭിച്ച വ്യക്തി. ബഹിരാകാശ യാത്ര നടത്തിയ ഗഗാറിൻ ഈ കാഴ്ച ആദ്യമായി കണ്ടത്. ബഹിരാകാശ യാത്ര നടത്തിക്കൊണ്ടാണ് യൂറി ഗഗാറിൻ ഭൂമിയെ പുറമേ നിന്ന് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ലോകത്ത് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയതാരാണ്? യൂറി ഗഗാറിനാണ്. ഇദ്ദേഹം റഷ്യക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇനി നമുക്ക്, ഇദ്ദേഹം പോയ ആ ഉപഗ്രഹത്തെക്കുറിച്ചൊക്കെ നമുക്ക്, സ്പേസ് ഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ ആ ബേസിക് മാത്രം മനസ്സിലാക്കിയാൽ മതി. യൂറി ഗഗാറിനാണെന്ത്, ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ സഞ്ചാരി. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിനാണ്. ബഹിരാകാശം അഥവാ സ്പേസ്. പക്ഷികൾ, മേഘം, മഴവില്ല്, വിമാനം എന്നിവയെല്ലാം എന്താണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. നമ്മൾ കാണുന്ന പക്ഷികൾ, അതുപോലെ മേഘം, മഴവില്ല്, അതേപോലെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ, ഇവയെല്ലാം എന്താണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ഭൂമിയോടൊപ്പം കറങ്ങുന്ന ഭാഗമാണ് എന്ത്, അന്തരീക്ഷം. അന്തരീക്ഷവും ഭൂമിയോടൊപ്പം തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലാണ് ഇവയെല്ലാം കാണപ്പെടുന്നത്. ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗവും തന്നെയാണ് എന്ത്, ഈ അന്തരീക്ഷം എന്നുള്ളത്. ഇനി നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും, വായുവിൻ്റെ മണ്ഡലം നേർത്ത് വരുന്നു. വായുവിൻ്റെ സാന്നിധ്യം അവിടെ എന്താണ്, കുറഞ്ഞു വരുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും എന്താണ്, വായുമണ്ഡലം നേർത്ത് വരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത്. ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിനും അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണെന്ത്, ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ അപ്പുറമുള്ള, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ മുകളിലോട്ട് പോയാൽ അവിടെ എന്താണ്, വായുവിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വരും. അപ്പോൾ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിനും അപ്പുറത്തുള്ള വിശാലമായ ശൂന്യമായ പ്രദേശമാണ് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത്. ബഹിരാകാശം ഭൂമിക്ക് ചുറ്റും ഉണ്ട്. ബഹിരാകാശം എന്താണ്, ഭൂമിക്ക് ചുറ്റും ബഹിരാകാശം ഉണ്ട്. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശം ഉണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഭൂമിയുടെ ചുറ്റുഭാഗത്തും എന്തുണ്ട്, ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിൽ
അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ ബഹിരാകാശത്ത് എന്ന് പറഞ്ഞാൽ അനേകം കോടി ഗോളങ്ങളുണ്ട്. ആ ഗോളത്തിൽ ഒരു ഗോളം മാത്രമാണെന്ത് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനാണ്. ഇനി ബഹിരാകാശ ഗോളങ്ങളിൽ എത്ര എണ്ണത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം? നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഗ്രഹങ്ങളുടെ പേരുകൾ. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, നെപ്റ്റ്യൂണ്, യുറാനസ്, അതുപോലെ വ്യാഴം, ബുധൻ എന്നിവയൊക്കെ നമ്മൾ അങ്ങനെ ഗ്രഹങ്ങളത് നേരത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ കാണാത്തവർ അത് കണ്ടാൽ ആ വീഡിയോസ് കണ്ടാൽ ഒന്നുകൂടി ഉപകാരം. ഇനി മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര. അപ്പോൾ നമുക്ക് യൂറി ഗഗാറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് യൂറി ഗഗാറിൻ്റെ ഫോട്ടോ. യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ആൾ ഇതാണ്. ഇദ്ദേഹം റഷ്യക്കാരനാണ്. പഴയ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അതിൽപ്പെട്ട ആളാണ്, റഷ്യക്കാരനാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയെക്കുറിച്ചാണ്. അതെന്നാണ് നടന്നത് എന്ന് നോക്കാം. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോൾ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഏതാണ്? വോസ്റ്റോക്ക് 1 എന്നുള്ള പേടകമാണ്. ആരുടേതാണ്? USSRൻ്റെ ബഹിരാകാശ പേടകമാണിത്, വോസ്റ്റോക്ക് 1. മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ്. ഏത് രാജ്യത്തിൻ്റെയാണ്? റഷ്യ അല്ലെങ്കിൽ USSRൻ്റെയാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, ഏത് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. വർഷം ഏതാണ്? 1961. ഡേറ്റ് ഏപ്രിൽ 12. അപ്പോൾ 1961 ഏപ്രിൽ 12 മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയത്. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിനാണ്. ഏത് പേടകത്തിൽ? വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്ത് എത്തിയത്. ഇദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ റഷ്യക്കാരനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ബഹിരാകാശം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു കൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. ബഹിരാകാശത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? വായുവില്ല. ഇനി ബാക്കിയുള്ളത് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ്. ഇനി ബഹിരാകാശ ഗോളങ്ങളാണെങ്കിൽ ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാം. അതുപോലെ നക്ഷത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ, അതുപോലെ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇനി മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര വാഹനം ഏതാണ്? ബഹിരാകാശ പേടകം വോസ്റ്റോക്ക് 1 ആണ്. വർഷം 1961. സഞ്ചാരി ഏതാണ്? യൂറി ഗഗാറിനാണ്. രാജ്യം സോവിയറ്റ് യൂണിയനാണ്. അടുത്തതാണ് കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളെയാണ് നമ്മൾ പറയുന്നത്? കൃത്രിമോപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യന്മാർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളുടെ പേടകങ്ങളെയാണ് നമ്മൾ കൃത്രിമ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ മനുഷ്യന്മാർ കൃത്രിമ ഉപഗ്രഹങ്ങളെ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്നത് എന്ന് നോക്കാം. ഭൂവിഭവങ്ങൾ, പെട്രോളിയം, ധാതു ലവണങ്ങൾ എന്നിവയുടെ കാര്യങ്ങൾ അറിയുന്നതിനും അതിനെക്കുറിച്ച് കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളെ അയക്കും. അതുപോലെ വേറെ എന്താണ്? വാർത്താവിനിമയം, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൃത്രിമ ഉപഗ്രഹങ്ങളെ അയക്കും. അതുപോലെ സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളെ അയക്കും. സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്. അതുപോലെ ബഹിരാകാശ ഗവേഷണത്തിന് അയക്കും. അതുപോലെ എന്താണ്? കര, സമുദ്ര, വ്യോമ ഗതാഗത മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അയക്കും. അതുപോലെ വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കും. അതുപോലെ എന്തിനൊക്കെ അയക്കും? കാലാവസ്ഥ പഠനത്തിന് വേണ്ടി അയക്കും. മഴ, വെയിൽ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ അയക്കും. അതുപോലെ മത്സ്യസമ്പത്ത് കണ്ടെത്തുന്നതിന്. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കുന്നത്. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഭൂവിഭവങ്ങൾ, പെട്രോളിയം, ധാതുലവണങ്ങൾ എന്നിവയൊക്കെ കണ്ടെത്തുന്നതിന്, മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, കാലാവസ്ഥാ പഠനത്തിന്, വാർത്താവിനിമയം, മൊബൈൽ ഫോൺ, TV, റേഡിയോ, ഇൻ്റർനെറ്റ് എന്നിവയുടെ
തരംഗങ്ങളൊക്കെ ലഭിക്കുന്നതിന്, അതുപോലെ വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ ബഹിരാകാശ ഗവേഷണത്തിന്, അതുപോലെ കര, സമുദ്ര, വ്യോമഗതാഗതങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനൊക്കെ നമ്മൾ കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബഹിരാകാശ വാരം നോക്കാം. ബഹിരാകാശ വാരം ആഘോഷിക്കുന്നതും അതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണെന്ത് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. അപ്പോൾ ആദ്യത്തെ ബഹിരാകാശ പേടകം നമ്മൾ പറഞ്ഞു, അത് സോവിയറ്റ് യൂണിയൻ്റെയാണ്, വോസ്റ്റോക്ക് 1. അപ്പോൾ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹവും ആരുതാണ്? സോവിയറ്റ് യൂണിയൻ്റെയാണ്. അതേതാണ്? സ്പുട്നിക് 1 ആണ്. അത് വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4. വോസ്റ്റോക്ക് 1 ആണെങ്കിൽ 1961. എന്നാൽ സ്പുട്നിക് 1 ആണെങ്കിൽ 1957 ഒക്ടോബർ 4 ഇത് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 എന്ന പേരുള്ള ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത്. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അപ്പോൾ ബഹിരാകാശ യുഗം ആരംഭത്തിന് തുടക്കം കുറിച്ചത് ഏതാണ്? സ്പുട്നിക് 1ൻ്റെ വിക്ഷേപണമാണ്. അത് ആരാണ് വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയനാണ്. 1957 ഒക്ടോബർ 4. അന്താരാഷ്ട്ര തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഏതാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മക്കായാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ബഹിരാകാശ വാരാചരണം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപിച്ചത്, അതിൻ്റെ ഓർമ്മക്കും, അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒക്ടോബർ 1959 ഒക്ടോബർ 10 ഉടമ്പടി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയും രണ്ടിൻ്റെയും ഓർമ്മക്കാണ് ബഹിരാകാശ വാരാചരണം ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെ. അപ്പോൾ ഒക്ടോബർ 4ൻ്റെ പ്രത്യേകത എന്താണ്? 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപിച്ചത്, ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ്. ഇതോടുകൂടിയാണ് ബഹിരാകാശ യുഗം ആരംഭിച്ചത്. 1959 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഓർമ്മക്കാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഈ രണ്ടിൻ്റെയും ഓർമ്മക്കാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO, ഇസ്രോ അഥവാ ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. ഇന്ത്യൻ സ്പേസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണ രൂപം. ഓരോ വർഷവും ഈ വാരാചരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് വിപുലമായ മത്സരങ്ങളൊക്കെ ISRO നടത്താറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി എന്ന് പറയുന്നത് ISRO ആണ്, ഇസ്രോ അല്ലെങ്കിൽ ISRO. ISROയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ ബഹിരാകാശ വാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വിക്ഷേപണ. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ഫോട്ടോസ് തന്നിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാക്റ്റുകൾ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. 1975 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? 1975 വിക്ഷേപിച്ച ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അമേരിക്കയുടെ ആണെങ്കിലോ 1958 വിക്ഷേപിച്ച ഉപഗ്രഹമാണിത്, അമേരിക്കയുടേത്. അപ്പോൾ 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചതിൻ്റെ പിറ്റേ വർഷം തന്നെ എന്തുണ്ട്? അമേരിക്കയും കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ട്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണ്? ലൈക്കയാണ്. ലൈക്ക എന്ന നായക്കുട്ടിയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി. ലൈക്ക എന്ന നായക്കുട്ടിയാണെന്ത്? ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി. അതിന് ബഹിരാകാശത്ത് എത്തിച്ചത് ആരാണ്? സോവിയറ്റ് യൂണിയനാണ്. 1957. 1957
ലൈക്ക എന്ന നായക്കുട്ടിയെ ബഹിരാകാശത്തിൽ സോവിയറ്റ് യൂണിയൻ എത്തിച്ചത്. അപ്പോൾ ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ഏതാണ്? നായക്കുട്ടിയായ ലൈക്ക എന്ന നായക്കുട്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിക്ഷേപണ വാഹനങ്ങളെക്കുറിച്ച് പഠിക്കാം. ലോഞ്ചിങ് വെഹിക്കിൾസ് അല്ലെങ്കിൽ വിക്ഷേപണ വാഹനങ്ങൾ. ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കണം. ഈ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കുന്നതിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബഹിരാകാശ പഠനത്തിനായി ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ ഏതാണ്? റോക്കറ്റുകളാണ്. ലോഞ്ചിങ് വെഹിക്കിൾസ് ഏതാണ്? റോക്കറ്റുകളാണ്. ഇനി ഇവിടെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാറ്റേൺ 5 എന്താണ് സാറ്റേൺ 5ൻ്റെ പ്രത്യേകത? മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് സാറ്റേൺ 5 എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ റോക്കറ്റ്, മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ റോക്കറ്റ് എന്ന് പറയപ്പെടുന്നത് ഏതാണ്? സാറ്റേൺ 5 ആണ്. ഇത് ഏത് രാജ്യത്തിൻ്റെയാണ്? അമേരിക്കയുടെയാണ്, USA സാറ്റേൺ 5 എന്നുള്ള റോക്കറ്റ്. നമുക്കത് പേര് ഇവിടെ തന്നിട്ടില്ലെങ്കിൽ റോക്കറ്റുമ്പോൾ പേരുണ്ട്, പിന്നെ അമേരിക്കയുടെ കൊടിയും ഉണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സാറ്റേൺ 5 ആണ്. ഏത് രാജ്യത്തിൻ്റെയാണ്? അമേരിക്കയുടെയാണ്. സാറ്റേൺ 5 അമേരിക്ക. ലോകത്ത് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത്. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ്? സാറ്റേൺ 5 ആണ്. അമേരിക്കയുടേതാണ് സാറ്റേൺ 5. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, ഇവിടെ ഒരു പഠന പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ളത്. എന്താണ്? ഒരു റോക്കറ്റ് നിർമ്മിക്കാനാണ്. അപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ചാണ്. ഇന്ത്യക്കാരായ ആളുകൾ ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുണ്ട്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയെ കൂടാതെ ഇന്ത്യൻ വംശജരായ കൽപ്പന ചൗളയും സുനിത വില്യംസും ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൽപ്പന ചൗളയും സുനിത വില്യംസും ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട്. അവരെന്താണ്? ഇന്ത്യൻ വംശജരാണ്. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഏതാണ്? രാകേഷ് ശർമ്മയാണ്. ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ വംശജയായ വനിത എന്ന് ചോദിച്ചാൽ സുനിത വില്യംസാണ്. രണ്ടാമത്തെ ആൾ കൽപ്പന ചൗളയാണ്. അപ്പോൾ 2 വനിതകളും ഒരു പുരുഷനാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയെ കൂടാതെ കൽപ്പന ചൗളയും സുനിത വില്യംസും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജരാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. ബഹിരാകാശ യാത്രക്കിടയിൽ കൽപ്പന ചൗള മരണമടഞ്ഞു. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിലാണ് കൽപ്പന ചൗള മരണമടഞ്ഞത്. കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെട്ടാണ് മരണം വന്നത്. അപ്പോൾ കൽപ്പന ചൗളയുടെ അപകടത്തിന് കാരണമായ സ്പേസ് ഷട്ടിൽ ഏതാണ്? കൊളംബിയയാണ്. കൊളംബിയ സ്പേസ് ഷട്ടിലാണെന്ത്? കൽപ്പന ചൗളയുടെ മരണത്തിന് കാരണമായ ബഹിരാകാശ പേടകം. സുനിത വില്യംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ലോക റെക്കോർഡുകൾ സുനിത വില്യംസിനുണ്ട്. അതെന്തൊക്കെയാണ്? ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിതയും ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയും എന്നുള്ള ഈ 2 ലോക റെക്കോർഡുകൾ ആർക്കാണ്? സുനിത വില്യംസിനാണ്. ഇപ്പോൾ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന് 2 ലോക റെക്കോർഡുകളുണ്ട്. എന്തൊക്കെയാണ് ആ 2 ലോക റെക്കോർഡുകൾ? ഇന്ന് വരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിതയും അതേപോലെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയുമാണ് ആര്? സുനിത വില്യംസ്.
ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടിയ വനിതയും ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയുമാരാണ് സുനിത വില്യംസ് ആണ്. അപ്പോൾ ഈ 2 ലോക റെക്കോർഡുകളും സുനിത വില്യംസ് എന്ന ഇന്ത്യൻ വംശജയുടെ പേരിലാണ്. അപ്പോൾ ഈ 3 പേരുകളും നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം എന്ന ഭാഗത്ത് എന്താണ് സുനിത വില്യംസിൻ്റെ ചില അനുഭവങ്ങളാണെന്ത് പറയുന്നത്. ഇവിടെ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അവരുടെ കുറച്ച് അനുഭവങ്ങളാണെന്ത് ഇവിടെ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ബഹിരാകാശ നിലയത്തിൻ്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ കാഴ്ച എന്താണ് അതിമനോഹരമാണ്. അവരുടെ അനുഭവം പറയാണ്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് അവർ താഴെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച അത് അതിമനോഹരമാണ് എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യും, രാത്രിയും പകലും മാറി മാറി വരുന്നത് അവർക്ക് കാണാൻ കഴിയും. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചെറു ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് എന്താണ് ഭാരം അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഭാരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറുമ്പും ഞാനും ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ എന്താണ് വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്, ഭാരം അനുഭവപ്പെടില്ല. അപ്പോൾ ഒരു ഉറുമ്പിൻ്റെ അതേ ഭാരമാണെന്ത് ഒരു വലിയ മനുഷ്യരായ ഇവർക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഭാരമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഭാരമില്ലാത്തതിന് കാരണം എന്താണ്, വായുവിൻ്റെ അസാന്നിധ്യമാണ്. നമ്മൾ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞു അന്തരീക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേസിലേക്ക് കടക്കുമ്പോൾ വായു ഇല്ലാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വായു ഇല്ലാത്തത് കൊണ്ടാണ് ഭാരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നടത്തം ഒരു തരം ഒഴുകി നടക്കലാണെന്ന് പറയാം. ഒഴുകി നടക്കലാണ് എന്ന് പറയാം. അവിടെ എന്താണ് കറക്റ്റ് നമ്മൾ ഭൂമിയിൽ നടക്കുന്നത് പോലെ നടക്കാൻ കഴിയില്ല, കാരണം വായു ഇല്ല. ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. അവിടെ ഓക്സിജനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് സിലിണ്ടറിലാക്കിയിട്ടാണ് വായു അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. അതുപോലെ ഇവിടെ വെള്ളമൊഴിച്ച് കുളിക്കാനാകില്ല, സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടക്കണം. അവിടെ വെള്ളം ഒഴിച്ചാൽ എന്താണ്, അവിടെ ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തത് കൊണ്ട് വെള്ളം നമ്മൾ ഒഴിച്ചാൽ വെള്ളം ആ വായുവിൽ തന്നെ അങ്ങനെ നിൽക്കും. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല. ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റിട്ട് കെട്ടണം. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായി കാണും. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ ബഹിരാകാശത്ത് വായു ഇല്ല, അന്തരീക്ഷം കഴിഞ്ഞാൽ എന്താണ് പിന്നെ വായുവിൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു പ്രത്യേകതകളൊക്കെ വരാൻ കാരണം. അപ്പോൾ ഇനി സുനിത വില്യംസിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ കാരണങ്ങളും കണ്ടെത്തി നമ്മളോട് ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിൽ രാത്രിയും പകലും ഒരേ സമയം കാണാനാകുന്നു. അതിൻ്റെ കാരണം എന്താണ്, വളരെ അകലെയായതിനാൽ ഭൂമിയെ മുഴുവനായും കാണാൻ ആകുന്നു. ഉറുമ്പിനെ പോലെ തന്നെ സഞ്ചാരിക്കും ഭാരം അനുഭവപ്പെടുന്നില്ല. കാരണം എന്താണ്, ഭൂഗുരുത്വാകർഷണ ബലമില്ല. അതുപോലെ എന്താണ്, വായുവിൻ്റെ സാന്നിധ്യവും ഇല്ല. ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് എന്താണ്, അവിടെ വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ കഴിയാത്തതും നമ്മളെന്താണ്, ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തത് കൊണ്ടാണ്. പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് എന്താണ്, അവർ അന്തരീക്ഷത്തിലായതുകൊണ്ടാണ്. ഇനി മനുഷ്യൻ ചന്ദ്രനിലെത്തിയ മനുഷ്യന്മാരെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫോട്ടോ നോക്കാം. ഈ 3 അമേരിക്കൻ സഞ്ചാരികളാണ് ആര്, ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകൾ. നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ. ഈ 3 പേരാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ്, നീൽ ആംസ്ട്രോങ് ആണ്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ് മൈക്കൽ കോളിൻസും എഡ്വിൻ ബസ് ആൽഡ്രിനും അദ്ദേഹത്തിൻ്റെ കൂടെ, നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 സഞ്ചാരികളാണ്. ഇനി നമുക്ക് നോക്കാം മനുഷ്യൻ ചന്ദ്രനിൽ. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം എന്ന് പറയുന്നത് അത് ചന്ദ്രനാണ്. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം എന്ന് പറയുന്നത് ഏതാണ്, അത് ചന്ദ്രനാണ്. ഇന്നിപ്പോൾ നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഗ്രഹങ്ങളിലേക്ക് പോകാൻ കഴിയുമോ, മനുഷ്യനെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള റിസർച്ച് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
പക്ഷേ ഇതുവരെ മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക ഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. മറ്റൊരു ഗോളത്തിലേക്കും മനുഷ്യൻ കാലുകുത്തിയിട്ടില്ല. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൾഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൾഡ്രിനും എന്ത് ചെയ്തു? ചന്ദ്രനിൽ ഇറങ്ങി. ഇവർ എത്തിയ വാഹനം ഏതാണ്? അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിന് ഉപയോഗിച്ചത്. മൈക്കൽ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേരായിരുന്നു: നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൾഡ്രിനും മൈക്കിൾ കോളിൻസും. അപ്പോൾ 3 യാത്രക്കാരാണ്. നാസയുടെ ബഹിരാകാശ പേടകമായ അപ്പോളോ 2 ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയത്. നാസയുടെ ബഹിരാകാശ പേടകമായ അല്ലെങ്കിൽ വാഹനമായ അപ്പോളോ 2 ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയത്. വർഷം 1969 ജൂലൈ 21. ജൂലൈ 21 പ്രത്യേകത എന്താണ്? ചാന്ദ്രദിനം. ലോക ചാന്ദ്രദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ 21. അതിന് വരാൻ കാരണം എന്താണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമായതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോൾ ആ 3 പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 നമ്മൾ പറഞ്ഞതാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ലോക ചാന്ദ്രദിനം എന്ന് പറയുന്നത് ഏതാണ്? ജൂലൈ 21. ജൂലൈ 21 പ്രത്യേകത 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ഇനി ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി നമ്മൾ പറഞ്ഞു ISRO ആണെന്ന് പറഞ്ഞു. ഇതാണ് ISROയുടെ ലോഗോ. ISROയുടെ ലോഗോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്നത് ആരാണ്? വിക്രം സാരാഭായി ആണ്. ഈ വിക്രം സാരാഭായിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മൃണാളിനി സാരാഭായിയുടെയും മകളായ മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലം ചാൻസലർ. കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി ആണ്. ഈ മല്ലിക സാരാഭായി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വിക്രം സാരാഭായിയുടെ മകളാണ്. അനുബന്ധമായി പറഞ്ഞ ഫാക്റ്റാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയും ബഹിരാകാശ രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് ISRO എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നതും ISRO ആണ്. നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ടതാരാണ്? വിക്രം സാരാഭായി ആണ്. അതുകൊണ്ട് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. ഇവരുടെ മകളായ മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ. ആദ്യകാലത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നത്? നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് നമ്മൾ നിക്ഷേപിച്ചിരുന്നത്. നമ്മൾ റഷ്യയുടെയൊക്കെ സഹായം ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാഹമായ ഒരു മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കി. അതിൻ്റെ ഉദാഹരണങ്ങളാണ് PSLV, GSLV, അതുപോലെ തുടങ്ങിയ റോക്കറ്റുകൾ. ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരുന്നത് റഷ്യ പോലുള്ള വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ്. എന്നാൽ പിന്നീട് നമ്മൾ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് നമ്മൾ അതിവിപുലമായ ഒരു മുന്നേറ്റം നടത്തി. നമ്മൾ സ്വന്തമായിട്ട് GSLV, PSLV എന്നീ റോക്കറ്റുകളൊക്കെ നമ്മൾ പുതുതായി ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ റോക്കറ്റിൽ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ഒട്ടേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് അവ ഏതൊക്കെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഇൻസാറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ് നമ്മൾ പറഞ്ഞു ആര്യഭട്ടയാണ്
ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ അത് 1975-ലാണ്. അന്ന് നമ്മളെന്താണ് വിദേശ റോക്കറ്റ് ലോഞ്ചറിൻ്റെ സഹായത്തോടെ നമ്മളത് വിക്ഷേപിച്ചത്. അപ്പോൾ നമ്മൾ ഇൻസാറ്റ് വിക്ഷേപിച്ചത് എന്താണ്? ഇൻ്റർനെറ്റിനും മൊബൈൽ ഫോണിന് അതുപോലെ ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ, ടെലിവിഷൻ എന്നിവയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻസാറ്റ് എന്നുള്ള കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ. ഇനി അതുപോലെ IRS നമ്മൾ വിക്ഷേപിച്ചത് ഭൂവിഭവങ്ങൾ, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം. ഭൂവിഭവങ്ങൾ, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ IRS വിക്ഷേപിച്ചത്. എഡുസാറ്റ് നമ്മൾ വിക്ഷേപിച്ചത് എന്താണ്? വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കാണ്. വിക്ടേഴ്സ് ചാനലൊക്കെ ഉണ്ടല്ലോ, വിക്ടേഴ്സ് ചാനലൊക്കെ എന്താണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഡുസാറ്റ് വിക്ഷേപിച്ചത്. ഇനി ഇവിടെ നമ്മൾ വിട്ടുപോയതല്ല, നമ്മൾ ഒരു കോളം ഉണ്ട്, പ്രധാനപ്പെട്ടതാണ്. വിവിധ രാജ്യങ്ങളും അവയുടെ ബഹിരാകാശ ഏജൻസികളുമാണ് പ്രധാനപ്പെട്ട ഒരു കോളമാണ്, ഓർത്തിരിക്കുക. ഇന്ത്യൻ്റെ നമുക്കറിയാം ഇസ്രോ അല്ലെങ്കിൽ ISRO, USA നാസ, യൂറോപ്പിൻ്റെതാണെന്നാണ് ESA, യൂറോപ്പിൻ്റെ ESA, ജപ്പാൻ്റെത് JAXA, റഷ്യയുടെ RSA, ചൈനയുടേതാണെങ്കിലോ CNSA, ചൈനയുടേത് CNSA. ഇപ്പോൾ ഇന്ത്യയുടെ ISRO ആണ്, USA നാസയാണ്, ഇത് നമുക്കറിയാം. ഇനി റഷ്യയുടെ ആണെങ്കിൽ RSA ആണ്, അത് നമുക്ക് പേരിൽ തന്നെ കണക്ട് ചെയ്യാം. യൂറോപ്പിൻ്റെ ആണെങ്കിലോ ESA ആണ്. യൂറോപ്പ് എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം EU എന്നാണ് നമ്മൾ എഴുതുക, അപ്പോൾ അതിലെ എടുത്താൽ ESA. ജപ്പാൻ്റെ JAXA, JAXA, JAXA ആണെന്ത്? ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസി. ചൈനയുടെ ആണെങ്കിൽ CNSA, ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസി, CNSA. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങൾ പറഞ്ഞു. ഇൻസാറ്റ്, IRS, എഡുസാറ്റ്, ഇവ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ വിക്ഷേപിച്ചത് എന്നും പറഞ്ഞു. വാർത്താവിനിമയത്തിന് നമ്മൾ ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. നമ്മൾ പറഞ്ഞു വാർത്താവിനിമയം, ഇൻ്റർനെറ്റ്, TV, മൊബൈൽ ഫോൺ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണെന്ത്? IRS ഉപഗ്രഹങ്ങൾ. IRS നമ്മൾ പറഞ്ഞു ഭൂവിഭവം, കാലാവസ്ഥാ പഠനം, മത്സ്യസമ്പത്ത്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് IRS. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രയോജനപ്പെടുത്തിയ ഉപഗ്രഹമാണ് എഡുസാറ്റ്. നമ്മൾ വിക്ടേഴ്സ് ചാനലൊക്കെ പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നമ്മൾ പ്രയോജനപ്പെടുത്തിയത് ഏതാണ്? ഉപഗ്രഹം എഡുസാറ്റാണ്. അത് പേരിൽ തന്നെ കിട്ടും, എഡ്യൂക്കേഷൻ, എഡുസാറ്റ്. മറ്റേ ഇൻഫർമേഷൻ, വിവരങ്ങൾ എന്നുള്ളതിലാണ് ഇൻസാറ്റ്. പിന്നെ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മളെന്ത്? IRS, കാലാവസ്ഥ, അതുപോലെ ഭൂവിഭവം, മത്സ്യസമ്പത്ത് എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ IRS എന്ന ഉപഗ്രഹത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ എഡുസാറ്റ്, ഇൻസാറ്റ്, IRS പരമ്പരകളിൽ നമ്മൾ എന്തുണ്ട്? വിവിധ ആവശ്യങ്ങൾക്ക് ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 പരമ്പരകൾ നമ്മൾ പറഞ്ഞു. ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഉപഗ്രഹങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മൾ ധാരാളം വിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്നാണ് എന്ത്? ചന്ദ്രയാൻ പദ്ധതി. ഇന്ത്യയുടെ അഭിമാനകരമായൊരു നേട്ടമാണെന്ത്? ചന്ദ്രയാൻ പദ്ധതി. ഇപ്പോൾ ചന്ദ്രയാൻ 2 നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ചന്ദ്രയാൻ 1നെ കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രയാൻ 1 നിക്ഷേപിച്ചത് എന്താണ്? ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. അത് നിക്ഷേപിച്ച വർഷം ഏതാണ്? 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 27-നാണെന്ത് വിക്ഷേപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടതെന്നാണ് 2008-ലാണ്, ഒക്ടോബർ 22-നാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. അത് നമുക്ക് പേരിൽ കിട്ടും. പ്രഥമ എന്ന് പറയുമ്പോൾ എന്താണ്? ചന്ദ്രയാൻ 1 ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുന്ന കാലത്ത് 2008 ഒക്ടോബർ 22-നാണ് എന്ത്? ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ഈ ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ഏതാണ്? ചന്ദ്രയാനാണ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത്
നമുക്ക് അഭിമാനിക്കാം. ചന്ദ്രയാനാണ് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാനാണ്. ഇന്ത്യയുടെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ് നിലവിൽ ഇന്ത്യ വിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ആദിത്യ L1 നിക്ഷേപിച്ചത്. അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും കൂടി അത് പൊടി തട്ടിയെടുക്കുക. അപ്പോൾ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം മംഗൾയാനാണ്. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1 ആണ്. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ഇതൊക്കെ എന്താണ്? ഇന്ത്യയുടെ അഭിമാനകരമായ പദ്ധതികളാണ്. ഇനി നമ്മൾ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നമ്മൾ ISROയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. നിലവിൽ ISROയുടെ ചെയർമാൻ ആരാണ്? S സ്വാമിനാഥനാണ്. നിലവിൽ ISROയുടെ ചെയർമാൻ S സ്വാമിനാഥനാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കെന്ത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. ഇനി ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ഒരു ചാപ്റ്ററും കൂടിയേ പഠിക്കാനുള്ളൂ. ആ ഒരു ചാപ്റ്ററുമായി അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.